വഴിക്കടവ് പഞ്ചായത്ത് 2ാം വാർഡ് മത്തളപ്പാറയിൽ നിന്നും UDFന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന റുബീന ഇപ്പൊ നമ്മോടൊപ്പമുണ്ട്. അനുശ്രീ പള്ളിപ്പാടിനും ഇപ്പൊ നമ്മോടൊപ്പമുണ്ട്. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിന്നും ജനവിധി തേടുന്ന UDFന്റെ സ്ഥാനാർത്ഥിയാണ് അനുശ്രീ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ മേഖലയിൽ വരുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുന്നത്. നിൽക്കാൻ പറ്റുമെന്ന് ചോദിച്ചു, നിന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് തന്നെ വിജയിപ്പിക്കുക, അത്രയാണ് പറയുന്നത്. അത് നമ്മുടെ വൈക്കട് പഞ്ചായത്തില് ഏകദേശം 7 വാർഡില് നിങ്ങൾ നിൽക്കുന്നുണ്ട്. ഒരു ചിഹ്നം കോണിച്ചിഹ്നത്തിലാണ് നിൽക്കുന്നത്. വോട്ട് ചെയ്യുന്ന വോട്ടർമാരോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാ വോട്ടർമാരും എന്നെ സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യത്തിനും നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം എന്നോടൊപ്പം ഉണ്ടാവണം. 2ാം വാർഡിൽ നിന്നും UDFന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് റുബീനയാണ്. റുബീന ഇപ്പൊ നമ്മോടൊപ്പമുണ്ട്. ഈ ഫീൽഡിൽ, ഈ മേഖലയിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. 2ാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ADSലെ ചെയർപേഴ്സണുമാണ്. തൊഴിലുറപ്പിലെ മേറ്റുമായിരുന്നു. പ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഒരുപാട് മേഖലകളിൽ ഉയർന്ന കഴിവ് തെളിയിച്ച വ്യക്തിയാണ്. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളിലും തൊഴിലുറപ്പ് മേഖലയിലും അവരുടെ കഴിവ് പ്രകടിപ്പിച്ച ആൾ കൂടിയാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിലും എല്ലാ മേഖലയിലും തന്നെ ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇവർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. UDFന്റെ സ്ഥാനാർത്ഥി സ്വന്തം സ്ഥലമായ മത്തളപ്പാറയിൽ തന്നെ താമസവും അവിടെ തന്നെയാണ് ഇവർ ജനവിധി തേടുന്നതും. അപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന മത്തളപ്പാറക്കാരോട്, 2ാം വാർഡിലെ ആളുകളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരോടൊപ്പം എപ്പോഴും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അവരോടൊപ്പം എല്ലാ ഇതിനും ഒപ്പം ഉണ്ടാവും. പിന്നെ ഓരോ പ്രാർത്ഥനയും വേണം, ഓരോ വോട്ടും വേണം, ഓരോ സഹായം തന്നുകൊണ്ട് നമ്മളെ വിജയിപ്പിക്കുക. വീഡിയോ പരമാവധി എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ അവർക്കും ബൈ.